ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1625. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി 164-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ചെറിയ ചെറിയ നഷ്ടങ്ങളില് വല്ലാതെ കുരുങ്ങിപ്പോകുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞ് നഷ്ടങ്ങളില് നമ്മൾ വല്ലാതെ കുരുങ്ങിക്കിടക്കുകയാണ്. സംഭവിച്ച നഷ്ടങ്ങളല്ല, സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങളിൽ. ഇതിനിടയില് കിട്ടാൻ പോകുന്ന, വരാൻ പോകുന്ന വലിയ നേട്ടത്തെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പറഞ്ഞു വരുന്നത്, ഒരു ദൈവകൃപ സ്വന്തമാകാനായിട്ട്, ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒപ്പമായിരിക്കാനായിട്ട് ഇപ്പോഴുള്ള ചിലതെല്ലാം ഒന്ന് ഒരുപക്ഷെ നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഒപ്പമുള്ള ചില ഭൗതിക വിഭവങ്ങള്, നമ്മളിങ്ങനെ ഒപ്പം കൂട്ടിയിരിക്കുന്ന ചില വൈകാരിക അനുഭവങ്ങള്, അങ്ങനെ പലതും ഒരുപക്ഷെ പൂർണ്ണമായും വിട്ടുകളയേണ്ടി വരും. അതൊരു ചെറിയ ചെറിയ നഷ്ടം തന്നെയാണ്, എങ്ങനെയൊക്കെ കണക്കൂട്ടിയാലും. പക്ഷെ ആ നഷ്ടത്തിന് നമ്മൾ സ്വയമേ തയ്യാറാവുന്നതിലൂടെ നമ്മളിലേക്ക് വന്നണയുന്ന നേട്ടങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുക? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗം, പിശാചുബാധിതരായ 2 മനുഷ്യരെ ക്രിസ്തുയേശു സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതിനിടയില് അവിടെ കുറെ പന്നികൾ മേയുന്നുണ്ടായിരുന്നു. ആ പന്നികളുടെ മീതെ ആ ദുരാത്മാക്കളൊക്കെ പ്രവേശിച്ചിട്ട് പന്നികള് ഓടി ഓടിപ്പോയി കടലിൽ വീണ് ചത്തെന്നാ പറയുക. ആ പന്നികളെ മേയിച്ചുകൊണ്ടിരുന്ന ആളുകള് ഇതെല്ലാം കണ്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ എത്തി അവിടെയുള്ള ആളുകളോട് ഈ പന്നികൾക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചും പിശാചബാധിതർക്ക് സംഭവിച്ച സൗഖ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുക്ക ഭാഗത്തേക്ക് വരുമ്പോ ആ പട്ടണം മുഴുവൻ യേശുവിനെ തേടി വന്നെന്നാ പറയുക. ആ പട്ടണത്തിലെ മുഴുവൻ ആളുകളും യേശുവിനെ കണ്ടെത്തിയെന്നാ പറയുക. എന്നിട്ട് അവർ യേശുവിനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. ഞങ്ങളെയും ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ആയിരിക്കാം, അല്ലേ? അങ്ങനെ ആകേണ്ടതാണ്. പക്ഷേ ആ പട്ടണം മുഴുവൻ യേശുവിനെ കണ്ടെത്തി അവനോട് അപേക്ഷിച്ചത്, ഞങ്ങളുടെ ദേശത്തിന്റെ അതിർത്തി വിട്ട് നീ പോകണമെന്നാണ്. നീ വലിയൊരു നഷ്ടമാണെന്നാണ്, നീ വലിയൊരു അപകടമാണെന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. നിന്നെ കൂടെ കൂട്ടിയാല്, നിന്റെ കൂടെ ഞങ്ങൾ കൂടിയാല് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് ഈ ഒരുപക്ഷെ ഇനിയും വരുവാനുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ പന്നികളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പ്രധാനപ്പെട്ടവ നമ്മൾ അപ്രധാനപ്പെട്ടവയായിട്ട് കാണുകയും അപ്രധാനപ്പെട്ടവയെല്ലാം നമ്മളിങ്ങനെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുകയും അങ്ങനെ ജീവിച്ചു പോരുകയും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരത്തിലാണോ? ദൈവത്തെ വേണോ അതോ കുറച്ച് ഭൗതിക വിഭവങ്ങൾ വേണോ എന്നുള്ള ഒരു ആക്കത്തൂക്കത്തിനൊടുവില് ദൈവത്തെ വിട്ടുകളയുന്നവരാണോ നമ്മൾ? ഒന്ന് തിരിച്ചറിയണമേ, ഒന്ന് കാര്യമായി തിരുത്തി അവനവന്റെ ജീവിതത്തെ തിരികെ എടുക്കണമേ. ആമേൻ.